ലൈൻസ് ഏകദേശം മാർക്കറ്റ് കാലത്ത് തന്നെ ഏകദേശം ഒരു 23 പോയിൻ്റ് അപ്പായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിതിൽ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയുന്നത് നമ്മളുടെ ഇൻഡിക്കേഷൻ സമ്മറി നോക്കുകയാണെങ്കിൽ അത് സെൽ ട്രെൻഡാണ്. ഓക്കെ, ഇൻഡിക്കേഷൻ സമ്മറി സെൽ ട്രെൻഡാണ്. ബേസിക്കലി ഒരു 28 പോയിൻ്റ് മാർക്കറ്റിൽ കയറുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ന്യൂസാണ്. BBC സൈഡിൽ നിന്ന് 7 മണിക്കൂർ മുമ്പ് വന്നൊരു ന്യൂസാണ്. അത് ന്യൂസ് വന്നിരിക്കുന്നത് 10 ദിവസം കൊടുക്കുന്നുള്ളതാണ്. 10 ദിവസം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തേഴ്സ്ഡേ ഒക്കെ ആകുമ്പോൾ നെക്സ്റ്റ് തേഴ്സ്ഡേ ആകുമ്പോഴേക്കും ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റും എന്നുള്ളൊരു കാരണമായിരിക്കാം ഈ ഒരു ഇതിലേക്ക് എത്തിക്കുന്നത്. 10 ദിവസം കൊടുക്കും എന്ന് പറയുന്നത് മാർക്കറ്റിൽ താൽക്കാലിക ഒരു സമാധാനം ഉണ്ടാക്കി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഒരു എന്താ പറയുക ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു അപ്പ് ട്രെൻഡ് ഇന്ന് കാണുന്നത്. സംബന്ധിച്ച് അടുത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇപ്പോൾ നിൽക്കുന്നത് ബ്രണ്ട് ക്രൂഡ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാം, ഓൺലൈനാണ് 71.92. ഓക്കെ, എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഉണ്ടാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് 75-80ലേക്ക് പോകാം. ആലോചിക്കുക, ഇങ്ങനൊരു സംഭവം വന്നാൽ 75ലേക്ക് പോവുക എന്നു പറഞ്ഞാൽ മാർക്കറ്റ് താഴ്ത്തിക്ക് പോകും, 80ലേക്ക് പോകാൻ കൂടുതൽ താഴ്ത്തിക്ക് പോകും. അപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തൊരാഴ്ചക്ക് ഈ ട്രെൻഡാണ് മാർക്കറ്റിനെ കൊണ്ടുപോകുക. ബേസിക്കലി ഇന്നും ക്രൂഡിന് വില കൂടിക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ഗുഡ് ന്യൂസ് വരുമ്പോൾ 72 70ലേക്ക് വരാൻ കാരണം കുറച്ച് സമാധാനം വന്നു എന്നുള്ള ഒരു ചാൻസിൻ്റെ പുറത്താണ് മാർക്കറ്റ് റിക്കവർ ചെയ്യുന്നു. ക്രൂഡും ചെറിയ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും മാർക്കറ്റിൽ ട്രെൻഡ് കൺവിൻസ് ചെയ്യില്ല. ഒരാഴ്ചയ്ക്ക് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ന്യൂസിനനുസരിച്ച്. എന്ന് പറയുന്നത് നമ്മളുടെ റുപ്പി വീണ്ടും 90-50 വന്നതായിരുന്നു, വീണ്ടും 91ലേക്ക് കയറി. നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രൂഡ് കയറുമ്പോൾ റുപ്പിയും കയറുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റിന് അത് നെഗറ്റീവാണെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മളൊരു ലോങ് ടൈം വിഷയമാണ് നിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു കൂട്ടി പറയാവുന്നൊരു കാര്യം കൂടിയുണ്ട്, അതും പറയാം. ബേസിക്കലി നമ്മളൊരു വലിയൊരു വിഷയമായിരുന്നു നമ്മളുടെ ക്രൂഡ് ഓയിൽ നമ്മൾ റഷ്യയിൽ നിന്ന് വളരെ വില കുറവിൽ വാങ്ങി നമ്മൾ സെല് ചെയ്തിരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ വന്നത് നമ്മളെ ഈ പി സ്റ്റോക്ക് അവിടെ ബ്ലോക്കായിരിക്കുകയാണ്. തൽക്കാലമായി ഇതുവരെ ഉണ്ടായിരുന്ന ഈ 2 ആഴ്ച 3 ആഴ്ചയായി തുടങ്ങിയ പി സ്റ്റോക്ക് അവിടെ പോസായി. അതങ്ങനെ ഒന്നും തീരുമാനമായില്ല. അപ്പോൾ നമ്മളിപ്പോൾ പല രീതിയിലാണ് പറയുന്നത്. ഈ രീതിയിൽ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ക്രൂഡ് ഓയിലിൽ നമുക്കുള്ള ഈ യുദ്ധം തീർന്നുവെങ്കിൽ നമുക്ക് ക്രൂഡ് ഓയിലിൽ വീണ്ടും ബൈ തരാൻ സമ്മതിച്ചതിനായിരുന്നു ട്രംപ്. പക്ഷേ ഈ ലെവലിൽ നിൽക്കുമ്പോൾ ക്രൂഡ് ഓയിൽ എന്തായാലും ബൈ നമുക്ക് തരില്ല. ബേസിക്കലി നമുക്ക് ഇവിടുത്തെ GDP താഴത്തേക്ക് പോകുന്നതിനും ക്രൂഡ് ഒരു കാരണമായി മാറുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകത. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ ലെവലിൽ ഇനിയൊരു ചർച്ച വന്നത് ടൈം എടുക്കും അതിന്. ഇപ്പോൾ താൽക്കാലികം ഇറാനിലേക്കാണ് ട്രംപ് മൂവ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഇനിയൊരു ചർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുവരെയുള്ള സമയങ്ങളിൽ ഇന്ത്യൻ റുപ്പിക്കും ഇത് നെഗറ്റീവ് ആവുമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ അടുത്ത് FII ഡാറ്റയാണ്. FII ഡാറ്റ മെയിനായിട്ട് നോക്കുന്നത് ഇന്നലെ നോക്കുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സൊക്കെയായിട്ടൊക്കെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ എല്ലാവരും സെല്ലിങ്ങിൽ പോയി എന്നുള്ളതാണ്. ഓക്കെ, അത് ഫെഡിൻ്റെ മിനിറ്റ്സാണ്. ഫെഡിൻ്റെ മിനിറ്റ്സിൽ വന്ന പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് റേറ്റ് കട്ട് ചാൻസസ് കുറവാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു അവസാനത്തെ ഒരു കൂടിയും വരുന്നത്. റേറ്റ് കട്ട് കുറവാകാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. ആ ഒരു ന്യൂസ് ഈ ഇയർ തന്നെ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് വന്നിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കേസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗോൾഡ് അവിടെ സെൽ ഓഫ് വീണുണ്ട്. ഗോൾഡ് ഒന്ന് സെൽ ഓഫ് വീണ് ഈ ന്യൂസിൻ്റെ പുറത്ത്. ഫെഡിൻ്റെ കട്ടിങ് ഉണ്ടാവില്ല ഉള്ള ചാൻസസ് കൂടുതലാണെന്ന് പറഞ്ഞതോടുകൂടി അപ്പോൾ അതും ശ്രദ്ധിക്കാവുന്നതാണ്. പക്ഷേ ട്രഷറിയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ട അതൊക്കെ വളരെ പോസിറ്റീവാണ് അമേരിക്കയുടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ട്രെൻഡ് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ നിഫ്റ്റി കൺക്ലൂഡ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. നമ്മുടെ നിഫ്റ്റി 25,400 ഈ ലെവലിൽ ഭയങ്കര പഴയ പോയിൻ്റാണ്. ഇതിൽ നിന്ന് താഴത്തേക്ക് പോയാൽ മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡിലേക്ക് തന്നെ പോകും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പൊസിഷനിലേക്ക് അടുത്ത് നിൽക്കുമ്പോൾ ഇന്ന് തൽക്കാലം നെഗറ്റീവ് ന്യൂസ് ഇല്ലേ. ഇന്ന് കാലത്ത് നെഗറ്റീവ് ന്യൂസ് കാലത്ത് തന്നെ എന്തായാലും 10 ദിവസത്തേക്ക് സമയം കൊടുത്തു എന്നുള്ള ന്യൂസും വന്നതുകൊണ്ട് പെട്ടെന്ന് ഈ 25,400 പൊട്ടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രദ്ധിക്കുക, 25,400 പൊട്ടുണ്ടോ പൊട്ടില്ല എന്നാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് 25,400 സ്റ്റോപ്പ് ലോസ് ആയിട്ട് മെയിൻ ചെയ്യുക. 25,400 നിങ്ങൾക്ക്
സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ബൈ എടുത്ത് ട്രേഡ് ചെയ്യാൻ. മറ്റുള്ള എല്ലാ വശങ്ങളും നെഗറ്റീവാണ്. പക്ഷേ മാർക്കറ്റ് എപ്പോഴും ഒരു ന്യൂസ് കിട്ടുമ്പോൾ അതുമേ റിയാക്ട് ചെയ്യും. അതുപോലെ ലിക്വിഡിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ ഓപ്പറേറ്റേഴ്സിന് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ എളുപ്പമാണ് മാർക്കറ്റിനെ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് 25,400 താഴെ നെഗറ്റീവാണ്. അതിനടുത്താണ് നിൽക്കുന്നത്. ട്രെൻഡുകളൊക്കെ നെഗറ്റീവാണ്. പക്ഷേ 10 ദിവസം സമയം എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി വന്ന ന്യൂസ് ആയതുകൊണ്ട് മാർക്കറ്റിൽ ഇന്നലെ അടിച്ച ഷോർട്ടുകൾ, ഇന്നലെ വൈകുന്നേരം കുറേ ആൾക്കാർ ഷോർട്ട് അടിച്ച് വെച്ചിട്ടുണ്ടാവും. ആ ഷോർട്ടുകൾ ചിലപ്പോൾ ഒന്ന് കവർ ചെയ്യിപ്പിക്കും. എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ ഒരു 10 മണി വരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. 10 മണി 10:30 വരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വീണ്ടും FIIൻ്റെ സെല്ല് വരുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേഷൻ്റെ സെല്ല് വരുമോ എന്നുള്ളതാണ് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് 25,400 വലിയൊരു പോയിൻ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അടുത്തത് മാർക്കറ്റിൽ നിന്ന് വിട്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത് ഹെൽത്ത് ഇൻഷുറൻസ്, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, അതല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ്. ഇപ്പോഴുള്ള യുദ്ധ സമാജമായ ഈ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഒരാൾക്ക് പുറത്തെ രാജ്യങ്ങളിൽ നിന്നുണ്ടായാൽ അവർക്ക് ഇന്ത്യയിൽ വന്നാൽ ഒരു ചികിത്സിക്കാനുള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാനിത് NRI സെക്ഷനിലുള്ളവരെയാണ് കൂടുതലും പറയുന്നത്. അവർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ട്, ഞാൻ പ്രത്യേകിച്ച് പുറത്തുള്ള ആൾക്കാരാണ് പറയുന്നത്. അടുത്തൊരു കേസ് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ്. അത് എല്ലാവർക്കും അറിയുന്നതാണ്. ലൈഫ് ഇൻഷുറൻസിൻ്റെ നമ്മളെ ഫാമിലിക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എങ്ങനെ ലഘൂകരിക്കാം എന്നതാണ്. ഓക്കെ. ടേം ഇൻഷുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചുള്ള അസുഖങ്ങൾക്ക് 1 ഇയറിലേക്ക് വലിയൊരു എമൗണ്ട് കിട്ടും. എന്നാൽ അതിനനുസരിച്ച് വലിയൊരു എമൗണ്ട് സമ്മഷനും കിട്ടുന്നതാണ് ടേം ഇൻഷുറൻസ്. മിനിമം എല്ലാവരും ഒരു ടേം ഇൻഷുറൻസ് എങ്കിലും, ടേം ഇൻഷുറൻസ് വളരെ ഒരു 4,000-5,000 രൂപയുള്ളൂ. അതല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമുക്ക് ആവശ്യകത. അപ്പോൾ ഇതൊന്ന് എല്ലാവരും മറക്കുക. ഈ യുദ്ധ സാഹചര്യങ്ങൾ NRIക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓടി നാട്ടിലേക്ക് വരുമ്പോഴുള്ള എക്സ്പെൻസ് ഭീകരമായിരിക്കും. ഓക്കെ, താങ്ക് യു.